2013 പുറത്തിറങ്ങിയ A24 സിനിമയാണ് അണ്ടർ ദ സ്കിൻ. A24 സിനിമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, വ്യത്യസ്തമായ ഒരു പടം. അവരുടെ ഒട്ടുമിക്ക സിനിമകൾ പോലെ ഇതൊക്കെ എന്ത്, എങ്ങനെ, ഏത് രീതിയിൽ എന്നൊക്കെ ചിന്തിച്ചെടുക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണം. എല്ലാവർക്കും പറ്റിയ പടമൊന്നുമല്ല. ഏതാ സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സ് എത്തണം. അതും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണമെങ്കിൽ കണ്ടു നോക്കുക. ചെറിയൊരു സ്റ്റോറിയാണ്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. പടത്തിന്റെ തുടക്കത്തിൽ ഒരു വലിയ നീല വെളിച്ചമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വെളിച്ചം പതിയെ അതിന്റെ ഫോം ചേഞ്ച് ചെയ്ത് ഒരു മനുഷ്യന്റെ കണ്ണായി മാറുന്നു. കൂട്ടത്തിൽ ഒരാൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു അഡൾട്ടിന്റെ ശബ്ദമാണിത്. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ സ്കോട്ട്ലൻഡിലൂടെ അതിവേഗത്തിൽ ബൈക്കിൽ ചീർപ്പാഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തൽക്കാലം ഇദ്ദേഹത്തെ നമുക്ക് മെയിൽ എന്ന് വിളിക്കാം. അദ്ദേഹം ആളൊഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാനിനടുത്തായിട്ട് അദ്ദേഹത്തിന്റെ ബൈക്ക് നിർത്തിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു പെൺകുട്ടിയെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് ആ വാനിൽ കയറ്റി. വാനിനുള്ളിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി മറ്റൊരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോൾ തുണി സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ പിടിച്ചുകൊണ്ട് പോയി ഇട്ടുകൊടുത്ത ആ പെണ്ണിന്റെ തുണി സാധനങ്ങളെല്ലാം മൂരി അവൾ ധരിച്ചു. ഇവളാണ് നമ്മുടെ കഥാനായിക. ഇവളെ നമുക്ക് ഫീമെയിൽ എന്ന് വിളിക്കാം. മെയിൽ പിടിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയുടെ വസ്ത്രം മുഴുവൻ ഇന്നേഴ്സ് ഉൾപ്പെടെ ധരിച്ചതിന് ശേഷം നമ്മുടെ ഫീമെയിൽ ആ പെൺകുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്ന ചെറിയൊരു ഉറുമ്പിനെ ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ ഉറുമ്പ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതേ അവസ്ഥയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഫീമെയിൽ. പുള്ളിക്കാരിക്കും ഒന്നിനും ഒരു ധാരണയില്ലാത്ത പോലെ. അവിടുന്ന് കിട്ടിയാൽ തൊട്ടടുത്ത സീനിൽ മുകളിൽ അന്തരീക്ഷത്തിൽ പ്രത്യേക തരത്തിലുള്ള സ്പേസ് ഷിപ്പുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. മേ ബി മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത സ്പേസ് ഷിപ്പുകൾ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ വല്ല ഏലിയൻ പ്ലാനറ്റിൽ നിന്ന് വന്നതുമായിരിക്കാം. മെയിലൂടെ ഫീമെയിലിനെ ഹെൽപ്പ് ചെയ്യുവാണല്ലോ ചെയ്തത്. ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് അവളുടെ വസ്ത്രങ്ങളെല്ലാം ഫീമെയിൽ ധരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ദെൻ പുള്ളിക്കാരൻ അവന്റെ ബൈക്ക് എടുത്ത് ഏതോ ഒരു വഴിക്ക് അങ്ങ് പോയി. ഫീമെയിൽ ആവട്ടെ ആ വാൻ ഓടിച്ച് ആളുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക്, അതായത് സിറ്റിയിലേക്കൊക്കെ പോകുന്നു. ഒരു മോളിൽ ചെന്ന് അവിടെ ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി, അവർ ഒരുങ്ങുന്ന രീതിയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഫീമെയിലും സ്വയം ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറുകയാണ്. എന്നിട്ട് നഗരത്തിലൂടെ ഇങ്ങനെ വാൻ ഓടിച്ച് പോകുന്നു. ഓൺ ദ വേയിൽ ഒരുപാട് ആളുകളെ പുള്ളിക്കാരി ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും കാണാം. ഓരോരോ ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ പെരുമാറ്റം, ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണേ. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് എന്നപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തെ വാഹനത്തിനടുത്തേക്ക് വിളിച്ചു വരുത്തി, നിങ്ങൾക്ക് M8ലേക്ക് പോകാനുള്ള വഴി അറിയോ? വഴി അറിയാം, നിങ്ങൾ ആദ്യം ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകണം, പിന്നെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്, ആക്ച്വലി ഇത് കുറച്ചുണ്ട്, ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല, അത് ആദ്യം ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ റൈറ്റ് തിരിഞ്ഞ് കുറേ ചുറ്റി കറങ്ങാനുണ്ടേ. ഉടൻ ഫീമെയിൽ അദ്ദേഹത്തോട്, അല്ല നിങ്ങൾ വല്ല തിരക്കിലും വല്ലതാണോ? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമല്ലോ അല്ലേ? അത് പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. ഓ അങ്ങനെയാണോ, എന്നാൽ നിങ്ങൾ പൊക്കോ. ഉടൻ അദ്ദേഹവും മുന്നോട്ട് നടന്നു പോയി. അദ്ദേഹം നടന്നു പോയതും പെട്ടെന്ന് ഫീമെയിലിന്റെ മുഖം അങ്ങ് മാറി. ഇത്രയും നേരം ഒരു ചെറു ചിരിയോട് അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആളങ്ങോട്ട് മാറിപ്പോയപ്പോൾ ഇവളുടെ ഭാവങ്ങൾ അങ്ങ് മാറി. എന്താണോ എന്തോ, ഒരുപക്ഷെ പുള്ളിക്കാരൻ വഴി പറഞ്ഞു കൊടുത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമോ. എന്തെന്നാലും ആ പുള്ളിക്കാരൻ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഇവള് പതിയെ വാനെടുത്ത് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്, ഏത് വഴിയാണ് തിരിഞ്ഞു പോകുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം വീണ്ടും കുറേ മുന്നോട്ട് ചെല്ലുമ്പോൾ വേറൊരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴിയാണ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ വഴി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവള് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്, വീട്ടിലാരൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം. എന്നാൽ ഇവിടെ ഇതിന്റെ ആവശ്യമുണ്ടോ? വഴി ചോദിക്കാൻ വന്നോളൂ, വഴി ചോദിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ. ആ വ്യക്തിക്ക് കുടുംബമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതും പുള്ളിക്കാരി കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ശരി എന്നാൽ പോയേക്കുക എന്ന് പറഞ്ഞ് ഇവള് വണ്ടി ഓടിച്ചു പോയി. പിന്നെയും അവിടുന്ന് കുറേ മുന്നോട്ട് ചെന്നു. ഏതാണ്ട് ഒരു ഈവനിങ് രാത്രി സമയമായിട്ടുണ്ട്. അവിടെ റോഡിൽ കണ്ടൊരു വ്യക്തിയോട് വീണ്ടും ഇവള് വഴി ചോദിക്കുന്നു. ഇവൾക്ക് അങ്ങോട്ട് പോകാനുള്ളതെന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആളുകളോട് സംസാരിക്കണം, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം. ഈ വ്യക്തിയുടെ പേര്, താമസിക്കുന്ന സ്ഥലം, ഫാമിലി ഇവിടെ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം സിംഗിൾ ആണെന്ന് അറിഞ്ഞതും ഫീമെയിൽ ഇദ്ദേഹത്തോട്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ വരുമോ, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരാൻ പറ്റുമല്ലോ. അദ്ദേഹവും ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള മട്ടിൽ വാനിൽ കയറി. ഓൺ ദ വേയിൽ ഈ വ്യക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ സംസാരിച്ച് അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഫീമെയിൽ വീണ്ടും ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകുന്നതാണ്. തൊട്ട് മുമ്പ് അവൾ വാനിൽ കയറ്റിക്കൊണ്ട് പോയ വ്യക്തിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അദ്ദേഹത്തെ റോഡിലെവിടെയെങ്കിലും ഇറക്കി വിട്ടോ, അദ്ദേഹത്തെ മറ്റെന്തെങ്കിലും ചെയ്തോ, നോ ഐഡിയ. ഇപ്പോൾ പോലും സ്ട്രീറ്റിൽ കാണുന്ന ആളുകളോടൊക്കെ സംസാരിക്കുകയാണ്. അവരൊറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അവരെ വാനിൽ കയറ്റിക്കൊണ്ട് പോകും. എഗെയിൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സിംഗിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ കിട്ടി. അദ്ദേഹത്തെ വാനിൽ കയറ്റി ഇവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലാണ്. പുറത്തു നോക്കുമ്പോൾ സാധാരണ ഒരു വീട് പോലുള്ള സെറ്റപ്പ് ആണെങ്കിലും അകത്ത് കയറിയതും ചുറ്റുപാട് മുഴുവൻ ഒരു കറുത്ത കളറിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു പ്രത്യേക സ്പേസിൽ അവരെത്തിയ പോലെയുണ്ട്. ഫീമെയിൽ പതിയെ അവളുടെ വസ്ത്രങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെയും മുന്നോട്ട് നടക്കുകയാണ്. ഇവൾ കൂട്ടിക്കൊണ്ട് ചെന്നിരിക്കുന്ന ഈ വ്യക്തിയെ സെഡ്യൂസ് ചെയ്ത് അവളുടെ വരുതിയിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവനും ഇതൊക്കെ കണ്ട് മയങ്ങി അവന്റെ ഡ്രസ്സൊക്കെ അഴിച്ച് പതിയെ മുന്നോട്ട് നടന്നു ചെല്ലുന്നു. അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലാൻ ശ്രമിച്ചതാണ്. എന്നാൽ ഇത്രയും നേരം സോളിഡ് ഫോമിലുണ്ടായിരുന്ന തറ ഇവൻ നടന്നു ചെന്നപ്പോഴേക്കും ലിക്വിഡ് ഫോമിലായി. അതിൽ അവനങ്ങ് മുങ്ങിപ്പോയെന്നേ. പൂർണ്ണമായും അവൻ ആ ഒരു ട്രാപ്പിൽ വിട്ടുപോയി. ഇത് തന്നെയായിരുന്നു ഫീമെയിലിന്റെ ഉദ്ദേശം. ആളുകളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന്, അതും സിംഗിൾ ആയിട്ടുള്ള ആളുകളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ട്രാപ്പ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇവൾ ഹ്യൂമൻ ഒന്നുമല്ല, ഇവൾ ഏലിയനാണ്. മറ്റേതോ പ്ലാനറ്റിൽ നിന്ന് വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഹ്യൂമൻസിനെ ടാർഗറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ശേഷം അടുത്ത ദിവസം ഫീമെയിൽ ഒരു ബീച്ചിലേക്ക് ചെല്ലുന്നു. അവിടെ കണ്ട ഒരു വ്യക്തിയോട് സംസാരിച്ച് സ്നേഹത്തോടെ സംസാരിച്ച് അദ്ദേഹത്തെ ഇവളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. ഇന്നേ വരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തൊരു വ്യക്തി അവൾ ഇങ്ങോട്ട് വന്ന് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ഈ പൊട്ടന് കുറച്ചെങ്കിലും സംശയം തോന്നണമല്ലോ. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചാണ് ഇവൾ വന്നിട്ടുള്ളത് എന്നൊന്ന് ചിന്തിക്കുമെങ്കിലും ചെയ്യാലോ. ഇതൊന്നും ചിന്തിക്കാതെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരന് ഫാമിലിയൊക്കെ ഉണ്ട്, എന്നാൽ ഇപ്പോൾ കറന്റ് ടൂറിസ്റ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇവൾക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റിയ ആൾ തന്നെ. ഇദ്ദേഹത്തെ തന്നെ ട്രാപ്പ് ചെയ്യാവുന്ന ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ ആ ബീച്ചിൽ ഒരു സ്ത്രീ വെള്ളത്തിൽ പെട്ടുപോകുന്നത്.
അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പുള്ളിക്കാരൻ ഓടിച്ചെന്ന് നീന്തി ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ശക്തമായി തിരയടിച്ച് വരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് അവരിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇദ്ദേഹം പോലും വെള്ളത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഈ ഏലിയൻ, ഈ ഫീമെയിൽ ഒരു ആശ്ചര്യത്തോടെയാണ് നോക്കി നിന്ന് കാണുന്നത്. ഹ്യൂമൻസ് മറ്റൊരാളെ കെയർ ചെയ്യുന്നതും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും വേറൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഇവളെ സംബന്ധിച്ചിടത്തോളം വളരെ വിയേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോൾ ഫീമെയിൽ ട്രാപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ആ പുള്ളിക്കാരൻ തന്നെ തിരയോട് പിടിച്ചിരിക്കാൻ പറ്റാതെ ഇങ്ങനെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയൊലയാണ്. ഉടനെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു പുള്ളിക്കാരൻ ഇത് കണ്ടിട്ട് ഈ വ്യക്തിയെ ഒരു വിധത്തിൽ പിടിച്ച് വലിച്ച് കരയ്ക്ക് കൊണ്ടുവന്നിട്ടു. ഇതെല്ലാം കണ്ടിരിക്കുന്ന ഫീമെയിൽ ആവട്ടെ നേരെ നടന്നു നിന്ന് തറയിൽ കിടന്നൊരു കല്ലെടുത്ത് ആ മനുഷ്യന്റെ തലക്കിട്ട് ഒറ്റയടി, എന്നിട്ട് അയാളെ വലിച്ചിഴിച്ച് കൊണ്ടുപോയി ഇവളുടെ വാനിൽ കയറ്റി ഇവളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇമോഷൻ ഇല്ലാത്ത ഏലിയൻ ജന്തുവാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല. ചില മനുഷ്യരെ പോലൊക്കെ തന്നെ മറ്റുള്ളവരെ വല്ലാണ്ട് ഹേർട്ട് ചെയ്ത് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന കുറച്ച് ആളുകളില്ലേ, അവരെ പോലെ. ഇതിനെല്ലാം ശേഷം ഫീമെയിൽ പിടിച്ചുകൊണ്ട് പോയി ആ വ്യക്തി ഇവിടെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ മെയിൽ ചെന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവനൊരു ഏലിയൻ തന്നെയാണ്. ഫീമെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവൻ ഓൺ സ്പോട്ടിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ അവൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഈ വ്യക്തിക്ക് കുടുംബമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുടുംബമില്ല. അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞത്. സോ വേണ്ടപ്പെട്ടവരുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി അന്വേഷണം നടന്നേക്കാം. ഇപ്പോൾ മെയിൽ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുന്നതിലൂടെ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമല്ലോ. ബീച്ചിൽ കിടന്ന ആ വ്യക്തിയുടെ സാധനങ്ങളൊക്കെ മെയിൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു കൊച്ചു കുഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇവനതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നേരത്തെ വെള്ളത്തിൽ വീണുപോയ ആ സ്ത്രീയുടെ കുട്ടിയായിരിക്കാം. ഒരുപക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാവത്തില്ല. ആ സ്ത്രീയും അവരെ രക്ഷപ്പെടുത്താൻ പോയ ആൾ മരണപ്പെട്ടിട്ടുണ്ടാവും. സോ ഈ കുഞ്ഞിവിടെ ഒറ്റപ്പെട്ടു പോയി. മനുഷ്യരാരെങ്കിലും ഈ കുഞ്ഞിനെ കാണുമായിരുന്നെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തിയേനെ. ഇതിപ്പോൾ ഏലിയൻസ് ആയിപ്പോയില്ലേ. അവർ മനുഷ്യരെ പോലല്ലോ ചിന്തിക്കുന്നത്. അവരിവിടെ എന്തോ ഒരു മിഷന് വേണ്ടി വന്നു, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. എഗെയിൻ ഫീമെയിൽ അടുത്ത ആളെ തേടി ഇറങ്ങി ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ പുറകെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു പബ്ബിലേക്കാണ് പോകുന്നത്. ഇവളും പബ്ബിനകത്ത് ചെന്നു. ഇവൾ പ്രതീക്ഷിച്ച പോലെ ആ വ്യക്തി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഇവളുമായിട്ട് കമ്പനിയായി. അങ്ങേരും ഇവളുടെ വലയിലായി. ഇവൾ അയാളെ ഇവളുടെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്നറിയാലോ. തുണി സാധനങ്ങളെല്ലാം മുരിഞ്ഞു മാറ്റി അവളിങ്ങനെ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ ഇവനും ഇവന്റെ തുണി സാധനങ്ങളെല്ലാം മാറ്റി അവളുടെ പിന്നാലെ നടന്നു ചെല്ലും. അവളുടെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവൻ അങ്ങ് മുങ്ങിപ്പോവും. ആ ഒരു ട്രാപ്പിൽ പെട്ടുപോകും. ഇവൻ നോക്കുമ്പോൾ അവളത് മുകളിലൂടെ നടന്നു പോകുന്നു. ഇവൻ ഈ പ്രത്യേക സ്ഥലത്ത് ട്രാപ്പായി പോയിരിക്കുന്നു. ചുറ്റുപാട് മുഴുവൻ ഇരുട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വേറൊരു വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഹീറോയിൻ ട്രാപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹവും ഇവിടെ പെട്ട് കിടക്കാണേ. പുതിയതായി ട്രാപ്പ് ചെയ്യപ്പെട്ട ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കും. നേരത്തെ ട്രാപ്പ് ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ എല്ലുകളും മാംസങ്ങളും എല്ലാം ഒറ്റയടിക്കങ്ങ് ഇല്ലാണ്ടായി പോയി. തേ കണ്ടില്ലേ, അയാളുടെ തൊലി മാത്രമുണ്ട് ബാക്കി. ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. തൊലി മാത്രം ബാക്കിയാവുന്നതിന് തൊട്ട് മുന്നേ വരെ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്കിന്ന് മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലെത്തി. തൊട്ടടുത്ത സീനിൽ തന്നെ ഇപ്പൊ കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ എല്ലുകളും മാംസങ്ങളും ഒക്കെ ഒരു പ്രത്യേക റെഡ് ഷാഫ്റ്റിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുന്നതും കാണാം. വിച്ച് മീൻസ് ഈ ഏലിയൻസിന് മനുഷ്യന്റെ എല്ലുകളും മാംസങ്ങളുമാണ് വേണ്ടത്. ഇതിനുവേണ്ടിയാണ് ആളുകൾ ഇവിടെ പിടിച്ച് ട്രാപ്പ് ചെയ്യുന്നത്. അവരെ കൊന്ന് അവരുടെ എല്ലുകളും മാംസങ്ങളും എടുക്കുക. ശേഷം അടുത്ത ദിവസം ഹീറോയിൻ അടുത്ത ആളെ ട്രാപ്പ് ചെയ്യാനായിട്ട് അവളുടെ വാനിൽ ഇങ്ങനെ പോകുമ്പോൾ പുള്ളിക്കാരുടെ വാൻ ഒരു ട്രാഫിക് ബ്ലോക്കിൽ വിട്ടുപോയി. അവിടെ വെച്ച് ഓപ്പോസിറ്റ് ലൈനിൽ പോകുന്ന ഒരു വ്യക്തി ഇവൾക്ക് വേണ്ടി പൂ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവൾക്ക് പണി എളുപ്പമാവുമല്ലോ. ഇവൾ അങ്ങോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തന്മാർ ഇങ്ങോട്ട് വന്ന് കയറല്ലേ. ഇവളും ആ പൂ വാങ്ങി കാറിനുള്ളിൽ വെച്ചപ്പോഴാണ് ഇവളുടെ കയ്യിൽ ബ്ലഡ് പറ്റിയിരിക്കുന്നത് കാണുന്നത്. ഇതൊരു ഏലിയൻ ആണല്ലോ, ഇവൾക്ക് ബ്ലഡ് ഇല്ലല്ലോ. ഇതെവിടുന്ന് ആ ബ്ലഡ് വന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരി നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഇവളുടെ കയ്യിൽ നിന്ന് വന്ന ബ്ലഡ് അല്ല. ആ പൂ ഇവൾക്ക് കൊടുത്ത വ്യക്തിയില്ലേ, അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വന്ന ബ്ലഡാണ്. ശരിക്കും ഹ്യൂമൻസിന് ബ്ലഡ് ഉണ്ട് എന്നുള്ള കാര്യം പോലും പുള്ളിക്കാരി ഇപ്പോഴാവും തിരിച്ചറിയുന്നത്. കാണാനൊരു ഹ്യൂമനെ പോലൊക്കെ ആണെങ്കിലും ഹ്യൂമൻ രൂപത്തിലാണെങ്കിലും ഇവരുടെ സിസ്റ്റംസ് ഒക്കെ വേറെ രീതിയിലാണ്, നമ്മളെ പോലെയല്ല. ശേഷം അന്നേ ദിവസം തന്നെ ഈ പുള്ളിക്കാരിക്ക് വേറൊരു വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് മെയിൽ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ വന്ന് ഫീമെയിലിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ്. ഇവളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇവളിപ്പോൾ ഇവളുടെ മിഷന് തന്നെയാണോ പ്രാധാന്യം കൊടുക്കുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചേഞ്ചസ് എങ്കിലും വന്നിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇനിയൊരു പക്ഷേ ഈ ഏലിയൻസ് ഹ്യൂമൻസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, അവരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്താൽ ഇവരും ഹ്യൂമൻസിനെ പോലെ ആയിപ്പോയാലോ, മറ്റൊരാളെ ഉപദ്രവിക്കുന്നതൊക്കെ തെറ്റാണെന്നുള്ള ബോധം ഉണ്ടായെങ്കിലോ. അങ്ങനെ സംഭവിച്ചുകൂടാ. ഇവൾക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവൾ ഇപ്പോഴും ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മെയിൽ അവിടുന്ന് പോകുന്നത്. ദെൻ ഫീമെയിൽ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു ചെല്ലുമ്പോൾ ഒരു പോയിന്റിൽ പുള്ളിക്കാരി പെട്ടെന്ന് തട്ടിത്തെറിച്ച് താഴെ വീഴും. ഉടൻ അടുത്തുണ്ടായിരുന്ന ഹ്യൂമൻസ് ഓടി വന്ന് ഇവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ, ഹോസ്പിറ്റലിൽ പോകണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇവ കാര്യങ്ങളൊന്നും ഫീമെയിൽ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇവൾക്ക് ഇതുവരെ പരിചിതമായിരുന്നത് കിട്ടുന്ന മിഷൻ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക, ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു രീതിയാണ്. എന്നാൽ ഹ്യൂമൻസ് അങ്ങനെയല്ല. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളിലും കയറി ഇടപെടും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെങ്കിലും മറ്റൊരാളുടെ ലൈഫിൽ ഇടിച്ച് കയറി ചെല്ലും. അവിടെ കയറി അഭിപ്രായം പറയും. ഒരുപക്ഷെ അവിടെ എല്ലാം നന്നാക്കും അല്ലെങ്കിൽ കുളവാക്കും. ഇമോഷൻസ് ഇല്ലാതെ ജീവിക്കുന്ന ഈ ഏലിയൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മറ്റൊരാളെ സഹായിക്കാനുള്ള മെന്റാലിറ്റിയെങ്കിലും ഹ്യൂമൻസ് കാണിക്കുന്നുണ്ടല്ലോ. ഹ്യൂമൻ പരസ്പരം സംസാരിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്, ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത്, ഒരാൾ മറ്റൊരാളെ അഡ്വൈസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. മനുഷ്യന്റെ രീതികളൊക്കെ ഇങ്ങനെയാണെന്ന് പതിയെ പഠിച്ചെടുക്കുകയാണ് ഫീമെയിൽ. അന്ന് രാത്രി നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ വാനിലിരിക്കുന്ന സമയം കുറേ ആളുകൾ വന്ന് ഇവളോട് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് വാഹനം അടിച്ചു തീർക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഫീമെയിൽ ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. വാൻ ഓടിച്ചങ്ങ് മാറിപ്പോയി. ഹ്യൂമന് പോസിറ്റീവായിട്ടുള്ള സൈഡ് മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള സൈഡും ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ വേറൊരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിനോടും എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാനാണെന്നൊക്കെ പറഞ്ഞൊരു കള്ളത്തരം പറഞ്ഞ് അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി. ആ വ്യക്തിക്ക് കുറച്ച് വിരൂപമായിട്ടുള്ള ഒരു രൂപമാണുള്ളത്. ഇത് ആക്ച്വലി മേക്കപ്പ് ഒന്നുമല്ല. ഇദ്ദേഹത്തിന്റെ ശരിക്കും പേര് ആദം. ഇദ്ദേഹം ഒരു ആക്ടറാണ്. ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള മുഖമാണ് ഇങ്ങനെ. ഇദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആരുമില്ല, ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ലെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഫീമെയിൽ ഇത് മുതലെടുത്തു. നിങ്ങൾക്ക് വേറെ ആരും ഇല്ലെങ്കിൽ എന്താ, ഞാനുണ്ടല്ലോ, വരും എന്നെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇനി നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളെ വിട്ട് പോകത്തേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ അങ്ങ് സെഡ്യൂസ് ചെയ്തെടുത്തുന്നേ. പാവ മനുഷ്യൻ. ആ പാവപ്പെട്ടവൻ ഇവളെ വിശ്വസിക്കുകയും
ചെയ്ത് അങ്ങേരെയും ഇവളുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യാനാണ് ശ്രമം. എന്നാൽ വീട്ടിലെത്തി ഫീമെയിൽ കുറേ നേരം ഒരു കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ. ശരിക്കും മനുഷ്യനെ മനസ്സിലാക്കാൻ തുടങ്ങിയത് മുതൽ ഇവൾക്കും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് നേരാവണ്ണം ഇവളുടെ മനുഷ്യരൂപത്തെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. തൊട്ടപ്പുറത്തായിട്ട് വാതിലിന്റെ അവിടെ പുറത്തേക്ക് പോകാൻ വെപ്രാളം കാണിക്കുന്ന ഒരു പ്രാണിയെയും കാണാം. അത് കണ്ടതും പെട്ടെന്ന് ഫീമെയിലിന്റെ മനസ്സ് മാറി. ഇവൾ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ട്രാപ്പ് ചെയ്യേണ്ടാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അനുവദിച്ചു. പുള്ളിക്കാരിക്ക് കുറേ തിരിച്ചറിവുകളുണ്ടായി. ചെറുതായിട്ടൊക്കെ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റി. ഇക്കാര്യം അറിയുന്ന ആ ഏലിയൻ മെയിൽ അതിവേഗത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഫീമെയിൽ അവളുടെ മിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവർക്ക് പ്രശ്നമല്ലേ. ഇങ്ങോട്ട് വരുന്ന മെയിൽ ആവട്ടെ ഫീമെയിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിച്ച് ആ പുള്ളിക്കാരനെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. അങ്ങേരെ പിടിച്ചൊരു കാറിന്റെ ഡിക്കിയിലാക്കി അങ്ങേരെയും കൊണ്ടുപോകുന്നു. അയാൾക്ക് കിട്ടിയ മിഷനിൽ ഫോക്കസ്ഡ് ആണ്. ഹ്യൂമൻസിനെ പോലെ ചിന്തിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മുടെ ഹീറോയിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹ്യൂമൻസിന്റെ രീതികളൊക്കെ മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവിടുന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തു. അത് കഴിക്കാൻ ശ്രമിച്ചെങ്കിലും പുള്ളിക്കാരിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. തുപ്പിക്കളഞ്ഞു. കാണാൻ ഹ്യൂമനെ പോലെയൊക്കെ ആണെങ്കിലും ഏലിയൻ അല്ലേ, ഈ ഫുഡൊന്നും അവർക്ക് പിടിക്കൂല. തന്നെ ഒരു ബസ്സിൽ കയറി ബസ്സിലിരുന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഇത് കാണുന്ന മറ്റൊരു വ്യക്തി ഇവളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവളെന്തോ വിഷമത്തിലാണെന്ന് കരുതി. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരൻ ഇവളുമായിട്ടും കമ്പനിയായി. അദ്ദേഹത്തിലൂടെ ഹ്യൂമൻസിനെ കൂടുതൽ പഠിക്കാൻ ഇവളും തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കോമഡി പ്രോഗ്രാംസ് ഒക്കെ ടിവിയിലൂടെ കാണുന്നുണ്ട്. മനുഷ്യരെ പോലെ പതിയെ ആസ്വദിക്കാൻ തുടങ്ങി. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ചെറുതായിട്ട് കൈയൊക്കെ ഇങ്ങനെ അനക്കുന്നുണ്ട്, താളം പിടിക്കുന്നുണ്ട്. അവളിൽ ഇങ്ങനെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കാണാം. ഇവളെ കൂട്ടിക്കൊണ്ടുപോയ വ്യക്തി ഇവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം മെയിലാവട്ടെ മറ്റു കുറച്ച് മെയിൽ ഏലിയൻസിന്റെ സഹായത്തോടെ നമ്മുടെ ഹീറോയിനെ തേടി വരുന്നുണ്ട്. എത്രയും വേഗം ഫീമെയിലിനെ തടഞ്ഞേ പറ്റൂ. അവളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതുപോലെ തന്നെ തുടർന്നാൽ എത്രയും വേഗം അവൾ ഹ്യൂമൻസുമായിട്ട് ഇടപഴകാൻ പഠിക്കും. അത് ഇവരുടെ മിഷന് വലിയൊരു വെല്ലുവിളിയാണ്. അവളിൽ നിന്ന് ഹ്യൂമൻസ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. എത്രയും വേഗം ഫീമെയിലിനെ കണ്ടുപിടിച്ച് എല്ലാം പഴയ പോലെ ആക്കാനാണ് അവരുടെ ശ്രമം. എന്നാൽ ഇവിടെ ദിവസം പ്രതി നമ്മുടെ ഫീമെയിലിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻസിനെ പോലെ ചിന്തിക്കുന്ന അവൾക്ക് പേടിയൊക്കെ വരാൻ തുടങ്ങി. മനുഷ്യർക്കുണ്ടാകുന്ന തരത്തിലുള്ള ഇമോഷൻസ് അവൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇവളുടെ കൂടെയുള്ള വ്യക്തി അത്ര സപ്പോർട്ടീവാണ്. ഇവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ അദ്ദേഹം ചെയ്തു കൊടുക്കും. ആ ഒരു മെന്റാലിറ്റി, ആ ഒരു സ്വഭാവം ഇവളും പതിയെ പഠിച്ച് അതിനനുസരിച്ച് മാറുകയാണ്. അധികം വൈകാതെ ഫീമെയിലിന്റെ കൂടെയുള്ള വ്യക്തിക്ക് ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഇവളോട് പ്രണയം തോന്നി. അദ്ദേഹം ഇവളെ കിസ് ചെയ്തു. അവർ ഇന്റർകോഴ്സിലേക്കൊക്കെ പോകുന്നു. എന്നാൽ ഹ്യൂമൻസ് ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത ഫീമെയിൽ ആവട്ടെ ഇക്കാര്യങ്ങളൊന്നും ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇങ്ങനെ എന്തോന്ന് കാണിക്കുന്നു എന്നുള്ള മട്ടിലാണ് എല്ലാം നോക്കി കാണുന്നത്. ഈവൻ പെനട്രേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി അങ്ങ് പേടിച്ചു പോയെന്നേ. കാരണം അവളിപ്പോൾ ഒരു ഫീമെയിൽ രൂപത്തിലാണെങ്കിലും പുള്ളിക്കാരിക്ക് ഫീമെയിൽ ബോഡി ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ധാരണയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയതോടെ പുള്ളിക്കാരി ഒന്നും വേണ്ടാതെ നേരെ ഒരു കാട്ടിലേക്ക് കയറിപ്പോയി. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അതുവഴി വരുന്നൊരു ലോകർ ഇവളോട്, നിങ്ങളെങ്ങോട്ടാ, കാട്ടിലൂടെ നടക്കാൻ ഇറങ്ങിയാണോ? ഇതുവഴി അകത്തോട്ട് പോകുമ്പോൾ സൂക്ഷിച്ചോണം. ഈ സ്ഥലം മുഴുവൻ തെന്നി കിടക്കുക. നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കാനല്ല, എല്ലാ സ്ഥലത്തും അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നോക്കി അങ്ങ് പോയാൽ മതി, വഴിയൊന്നും തരത്തില്ല. ഫീമെയിലും അദ്ദേഹത്തോടൊരു താങ്ക്സ് പറഞ്ഞ് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹൈക്കേഴ്സിന് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഷെൽട്ടർ ഇവൾ കണ്ടു. എന്നാൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ച് പുള്ളിക്കാരി അതിനകത്ത് കയറി കിടക്കുകയാണ്. മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെ പ്രകൃതിയെയും നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്നായിരുന്നു നേരത്തെ ഇവൾക്ക് വഴി പറഞ്ഞു കൊടുത്ത ലോകർ അവിടെ വന്ന് ഇവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത്. വെപ്രാളപ്പെട്ട് അവൾ ഇറങ്ങിയ ഒരൊറ്റ ഓട്ടം. മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുമല്ലേ, സ്വാഭാവികമായിട്ടും അവളുടെ ഉള്ളിൽ പേടിയുണ്ടായി. പേടിച്ച് കുറച്ച് അവൾ കുറേ ദൂരം ഓടിച്ചെന്നെങ്കിലും ലോകർ അവളുടെ പുറകെ ചെന്ന് അവളെ പിടിച്ച് തറയിലിട്ട് അവളുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഇരുവരും തമ്മിൽ ഇങ്ങനെ പിടിയും വലിയൊക്കെ ആയ ഒരു പോയിന്റിലാവട്ടെ നമ്മുടെ ഹീറോയിന്റെ സ്കിൻ അങ്ങ് പൊട്ടിയിളകി. ആ കാഴ്ച കണ്ട് ലോകർ അങ്ങ് പേടിച്ചു. പുള്ളിക്കാരൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. നോക്കുമ്പോൾ എന്താ വളരെ വിചിത്രമായൊരു രൂപം. ഒരു മനുഷ്യന്റെ സ്കിൻ പൊട്ടിയിളകി അതിനകത്ത് വേറൊരു രൂപം. ഈ കാണുന്ന കറുത്ത രൂപമാണ് യഥാർത്ഥത്തിൽ ഏലിയൻസിന്റേത്. ഇതാണ് ഇവരുടെ ശരിക്കുള്ള രൂപം. തന്റെ സ്വന്തം രൂപത്തിലേക്ക് മാറിയ ഫീമെയിൽ ഏലിയനെ കണ്ട് ലോകർ ആദ്യം പേടിച്ചോടിപ്പോയെങ്കിലും പുള്ളിക്കാരൻ തിരിച്ചു വന്നു ഒരു ജാറ് പെട്രോളുമായിട്ട്. പെട്രോൾ ഇവളുടെ തലയിലൂടെ ഒഴിച്ച് തീ കൊളുത്തി. തീ പിടിക്കപ്പെട്ടതും ഫീമെയിൽ ഏലിയൻ കുറച്ചു ദൂരം മുന്നോട്ട് ഓടിയെങ്കിലും അധികം വൈകാതെ പൂർണ്ണമായും കത്തിയമർന്ന് ഇല്ലാണ്ടാവുകയാണ്. ഫീമെയിൽ ഇത് എവിടെ പോയെന്നറിയാതെ മെയിൽ ഇപ്പോഴും അവളെ അന്വേഷിക്കാൻ നടക്കുന്നുണ്ടെന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ആദ്യമേ പറഞ്ഞ പോലെ A24 പടമാണ്. വ്യത്യസ്തമായൊരു സിനിമയായിരിക്കും. ഈ കണ്ടതൊക്കെ പലതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആലോചിക്കാം. ഹ്യൂമൻസിന്റെ തന്നെ സ്വഭാവങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ചൂടെ? പലരുടെയും ലൈഫിൽ ഒരു പ്രതീക്ഷയായിട്ടാണ് ഹീറോയിൻ കയറി ചെല്ലുന്നത്. പ്രതീക്ഷ മീൻസ് ആ ഒരു സെൻസിൽ വെറുതെ പോകുന്ന മനുഷ്യന് വലിയ പ്രതീക്ഷ കൊടുത്ത് അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു രീതി. മനുഷ്യന്റെ രീതികളൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യനെ പോലെ ആവാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവളെ കൊണ്ട് അങ്ങനെ ആവാൻ സാധിച്ചില്ല. കാരണം അവളൊരു ഏലിയൻ ആണല്ലോ. എത്രയൊക്കെ മാറാൻ ശ്രമിച്ചാലും അവൾക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. മനുഷ്യരുടെ കൈൻഡ്നസ്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അവരുടെ ക്വാളിറ്റീസ്, ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ച് ആ കേക്ക് കഴിക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും സെക്സ്വൽ ഇന്റർകോഴ്സിലൂടെ ആണെങ്കിലും ഹ്യൂമൻസിനെ പോലെ ഹ്യൂമൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ടൊന്നും സാധിക്കാതെ വരുന്നുണ്ട്. ഒരുപാട് പേര് ഫീമെയിലിനാൽ ഹറാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാനം ഫീമെയിലിൽ ലോകറിനാൽ ഹറാസ് ചെയ്യപ്പെട്ടു. പലർക്കും ഫീമെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഇവളുടെ ട്രാപ്പിൽ പല ആളുകളും പെട്ടുപോയി. അതുപോലെ തന്നെ ലോകറിന്റെ അടുത്തുനിന്ന് ഫീമെയിലിനും രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആദ്യ കാഴ്ചയിൽ ലോകറിന് ഇവളോട് വല്ലാത്ത താല്പര്യം തോന്നി. അവളെ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം തോന്നി. എന്നാൽ അവളുടെ സ്കിന്നൊക്കെ പൊളിഞ്ഞ് ഒറിജിനൽ രൂപം പുറത്തു വന്നതും പുള്ളിക്കാരൻ അവളോട് ഒട്ടും താല്പര്യമില്ലാതായി
മാത്രമല്ല അവളെ കൊന്നു കളയുന്നുണ്ട്. മനുഷ്യന്റെ തന്നെ സൗന്ദര്യ സങ്കല്പങ്ങളെ നമുക്ക് ഇവിടെ കാണാം. ആരോ സെറ്റ് ചെയ്ത് വെച്ച ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന് പുറകെ ഓടുകയല്ലേ. പലരുമായിട്ടും പലരെയും കമ്പയർ ചെയ്ത് അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നുള്ള ആ ഒരു കമ്പാരിസൺ കൊണ്ടുവന്ന് തന്നെ മുഴുവൻ കുളമാക്കുമല്ലേ. ഫീമെയിലും തിരിച്ചറിവുണ്ടാവുന്ന ആ പോയിന്റ് മുതൽ പുള്ളിക്കാരിക്ക് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി പോകുന്നതും കാണാം. പുള്ളിക്കാരുടെ മിഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹ്യൂമൻസിനെ പോലെ ആവാൻ വേണ്ടി അവളെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാനൊക്കെയാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും ചില വലിയ അടികളൊക്കെ കിട്ടുമ്പോൾ നമ്മളും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലായി പോകാറുണ്ട്. എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പെട്ട് നിൽക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതിൽ പ്രത്യേകം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയുക. സിംഗിൾസ് പ്രത്യേകം ഒന്ന് സൂക്ഷിച്ചു. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. എത്രയും വേഗം കമ്മിറ്റഡ് ആവാൻ നോക്ക്. ഞാൻ പറയുന്നത് എല്ലാവരും കമ്മിറ്റഡ് ആവണം. ആരെങ്കിലുമൊക്കെ ആയിട്ടും കമ്മിറ്റഡ് ആവണം. നിങ്ങളുടെയൊക്കെ സമാധാനം കളയണം, മനസ്സമാധാനം കളയണം എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നതല്ലെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ സിനിമകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.